ഏതവളടി നീ? ഏതവളടി? നിനക്കെന്താ വേണ്ടത്? ഇയാളെ കാമുകിയാ? നീ അങ്ങനെ വിചാരിക്കുന്നതൊന്നുമില്ല. എന്നെ നീ സംശയിക്കില്ലേ? ഇക്ക ഞാൻ പോയിട്ട് വരട്ടെ. പോയിട്ടോ. കുഴപ്പമില്ലല്ലേ? കൊള്ളാല്ലേ? കൊള്ളാം. പോട്ടെ. ശ്രദ്ധിച്ചു പോയിട്ടോ. വിചാരിച്ച ഞാനാ മണ്ടി. ഇങ്ങനെ ഒരിക്കലും ശരിയാവത്തില്ല. ഇതിങ്ങനെ വിട്ടാ പറ്റത്തില്ല. ഇതിനൊരു പരിഹാരം കണ്ടേ പറ്റൂ. ഒരിക്കലും ഇങ്ങനെ നന്നാവത്തില്ല. എന്താ ഒരു വഴി? കുറഞ്ഞ പഴയ ഫോണുണ്ട്. എത്രയാ? ഗൂഗിൾ പേ ചെയ്തേ. ഹലോ. ഹലോ, എന്നെ മനസ്സിലായില്ലേ? ആരാ? ഗസ് എന്നെ സൗണ്ട് കേട്ടാ എന്നെ അറിഞ്ഞൂടെ? എനിക്കറിയില്ല. നീ ആരാ? എന്നെ അത്ര പെട്ടെന്ന് മറന്ന? നീ പറ, ആരാ? നീ ആരാ? നമ്മള് സ്കൂളിൽ ഒന്നിച്ച് ഇക്കാണ്ട പഴയ കാമുകി. കാമുകിയാ? അപ്പൊ ഒത്തിരി കാമുകിമാരുണ്ടാ? എന്തായാലും ഞാൻ സ്കൂളിൽ വെച്ചുള്ളത്. നീ ഇപ്പൊ വിളിച്ചെന്തിനാ? പിന്നെ ഞാൻ ആരെ വിളിക്കണം? ഇക്കാടെ പേരില എന്റെ ഭർത്താവിനെ ഒഴിഞ്ഞിട്ട് പോയത്. നീ അതിനെന്നെ വിളിച്ചെന്തിന്? ഇക്കായിട്ടുള്ള ബന്ധത്തിന്റെ പേരിൽ പണ്ട് ഇക്കന്റെ സ്കൂളിൽ വെച്ച് പറക്കം നടന്നില്ലേ? അതെല്ലാം എന്റെ അതന്നല്ലേ. നീ അതിനിപ്പോ എന്നെ വിളിച്ചെന്തിന്? നീ എന്നെ വിളിക്കണ്ട. നീ വെച്ചിട്ട് പോ. എന്നെ ഇക്ക സ്വീകരിക്കണം. സ്വീകരിച്ചേ പറ്റും. ഞാൻ ഇക്കായ്ക്ക് വേണ്ടിയാ ജീവിച്ചത് തന്നെ. എന്റെ ഭർത്താവിനെ ഉപേക്ഷിച്ച പോലും ഇക്കായ്ക്ക് വേണ്ടിയാ. എന്നെ സ്വീകരിക്കണം. നീ വെറുതെ പറയാതെ. എനിക്ക് കുടുംബം മക്കളൊക്കെ ഉള്ളതാ. എന്റെ ഭാര്യ അറിഞ്ഞോണ്ടല്ലേ, അവള് സഹിക്കത്തില്ല. അങ്ങനൊന്നും പറയാൻ പറ്റത്തില്ല. ഞാൻ പിന്നെ ആരെ കാത്താണ്? എന്നെ സ്വീകരിച്ചേ പറ്റും. നമുക്കൊന്നിച്ച് ജീവിക്കാൻ. എൻ്റെ കൂടെ വരുമോ? നമ്പറിൽ ഞാൻ എല്ലാ ഡീറ്റെയിൽസും വാട്സപ്പ് ചെയ്തേക്കാം. ഞാൻ ഇപ്പൊ വെക്കുക. നീ ഫോൺ വെക്കല്ലേ, ഞാനൊന്ന് പറഞ്ഞോട്ടെ. നീ ഇങ്ങോട്ട് വിളിക്കല്ലേ. നീ ഇക്ക എവിടെ ഇരിക്കുന്നേ?
അല്ല അത് ഞാൻ മാങ്ങ പറിക്കാൻ. ആ മാങ്ങ പറിക്കുന്ന ആര് വിളിച്ചത്? അല്ല ഇപ്പൊ ആരോ വിളിക്കുന്ന കേട്ടോ, സൗണ്ട് ഒക്കെ കേട്ടപ്പോ. അതെന്റെ കൂട്ടുകാരൻ വിളിച്ചത്. ആ കൂട്ടുകാരനാ? ആ ഫോണും തരുമോ കറണ്ട് ബില്ല് അടയ്ക്കാൻ? അത് ഞാൻ അടച്ചോളാം. അല്ല ഇന്ന് ലാസ്റ്റ് ഡേറ്റ്, അങ്ങ് അടച്ചേക്കാം. ഞാൻ അടച്ചോളാം. അല്ല ഞാനല്ലേ അടയ്ക്കുന്നത്, ഇനി എടു ഇക്കായ്ക്ക് അറിഞ്ഞൂടല്ലേ. നീ പോ ഞാനങ്ങ് അടച്ചോളാം, നീ പോ. എന്താ ഒരു ചുറ്റിക്കളി? എന്തോ ഒരു കുഴപ്പമുണ്ടല്ലേ. നിങ്ങളുടെ കാര്യം എന്തെങ്കിലും നടക്കട്ടെ. അയ്യേ ഇതെന്തര്? എന്താ ഓർമ്മയില്ലേ? ഞാന് ഇക്കാക്ക് വേണ്ടി കാത്തിരിക്കുന്നത്. എന്നെ കാണണമെന്ന് തോന്നുന്നില്ലേ? വരുമോ? ഞാൻ അങ്ങോട്ട് വരട്ടെ? ഞാൻ വിളിക്കാമേ, രാത്രിയൊക്കെ വിളിക്കാം. ഫോൺ എടുക്കണേ. വരുമോ? ഞാൻ അങ്ങോട്ട് വരട്ടെ? ഞാൻ വിളിക്കാമേ, രാത്രിയൊക്കെ വിളിക്കാം. ഫോൺ എടുക്കണേ. ഇത് ഷെമി കണ്ട എന്തായിരിക്കും? ഡിലേറ്റ് ചെയ്തിട്ട് വരാം. ഇതെങ്ങനെ ഡിലേറ്റ് ചെയ്യുന്നത്? ഡിലേറ്റ് ആവുന്നില്ലേ? ഞാൻ ആരെയും പ്രേമിക്കാൻ നടന്നില്ലല്ലോ. ആരെങ്കിലും തെറ്റി വിളിച്ചതായിരിക്കും. തെറ്റി വിളിച്ചാലെന്താ? ഷെമി അറിഞ്ഞാൽ എന്നെ തെറ്റിദ്ധരിക്കൂലേ, സംശയിക്കൂലേ? അയ്യോ ഞാനും ആരാ വിളിക്കുന്നത്? ഫോണിട്. അത് കുഴപ്പമില്ല, അത് വിളിക്കട്ടെ. അതെട്, സംസാരിക്കുക. ആരെങ്കിലും രാത്രി അത്യാവശ്യമായിട്ട് വിളിക്കുകയാണെങ്കിൽ അത് പ്രശ്നമില്ല, അതവിടെ ഇരിക്കട്ടത്. എട്. തലവേദന. ഹലോ ഹലോ, ഏതാവളടി നീ? ഏതാവളടി? നിനക്ക് എന്താ വേണ്ടത്? ഞാൻ കുറച്ച് ദിവസമായിട്ട് കാണുന്നല്ലേ. ആര്? കാമുകിയാ? ഇയാളെ കാമുകിയാ? അപ്പൊ ഇതും വെച്ചിട്ടാണോ എന്നെ സംശയിച്ചത്? നിങ്ങൾ ഇങ്ങനെ ഒരു കാര്യം വെച്ചിട്ടാണ് എന്നെ സംശയിച്ചത്? ഏടി, നിനക്കിപ്പോ എന്താ വേണം? പുറത്തോട്ട് വാ. നിങ്ങൾ പുറത്തോട്ട് വാ. എനിക്ക് എന്നോട് സംസാരിക്കാണ്. വെക്കല്ലേടി ഫോൺ. നീ അങ്ങനെ വിചാരിക്കുന്നതൊന്നുമില്ല. അതൊക്കെ വെറുതെ. നീ മിണ്ടായി. നിങ്ങൾ ഇത്രയും നാള് അങ്ങനെയൊന്നും ഇല്ല. അത് നിങ്ങൾ ഇത്രയും നാള് സംശയിച്ചത് എന്നെയാണ്. അപ്പൊ നിങ്ങളുടെ മനസ്സിലായിരുന്ന കള്ളത്തരം. എന്റെ മനസ്സിൽ ഒരു കള്ളത്തരം ഇല്ല. നീ എന്നെ സംശയിക്കല്ലേ? ആണ്. ഇപ്പൊ അവളല്ലേ ഫോണിൽ. ഫോൺ വെക്കരുതടി. ഫോൺ വെക്കരുത്.
നീ ഫോൺ വെക്കരുത്. എന്നെ നിനക്ക് വിശ്വാസമില്ലേ? ഞാൻ അങ്ങനെയൊന്നും ഇല്ല. നിന്റെ വീട് എവിടാ? ഞാൻ വരും. ഷെമി നീ വെയ്, അത് വെറുതെ ആയിരിക്കും. വെറുതെ ആയിരിക്കും എന്നാ? നിങ്ങൾ ഈ പാതിരാത്രി വിളിച്ച് സംസാരിക്കുന്നവള്, അപ്പൊ നിങ്ങൾക്ക് എന്തോ ഇടപാടുണ്ട്. അപ്പൊ ഇത്രയും നാൾ നിങ്ങൾ ഇങ്ങനെ ഷെമി അങ്ങനെയൊന്നും ഇല്ല, ഇത് വെറുതെ ആരാ എന്നെ പറ്റിക്കാൻ വേണ്ടിയാണ്. നിങ്ങൾ സംശയരോഗിയാണ്. നിങ്ങളെ അത് പറഞ്ഞു വെച്ചിട്ടാണ് എന്നെ കളിയാക്കിയത്. എനിക്ക് എന്നെ സംശയിക്കല്ലേ, ഇത് വെറുതെ ആരെങ്കിലും ചെയ്തേ. സ്വഭാവം വെച്ചോണ്ടല്ലേ നിങ്ങൾ എന്നെ ഇത്രയും നാള്. എന്നെ നീ സംശയിക്കല്ലേ. എഴുന്നേര്, എഴുന്നേര്, എഴുന്നേക്കാൻ. ഞാൻ എങ്ങോട്ട് ഇറങ്ങിയാലും നിങ്ങക്ക് സംശയമാണോ? ഇനി ഞാൻ സംശയിക്കത്തില്ല. നിങ്ങളെ കൂടെ എത്ര വർഷമായി ഞാൻ ഇവിടെ ജീവിക്കുന്നത്? 20 വർഷമായി. ആണാ? അപ്പോഴും നിങ്ങൾക്ക് ഇപ്പോഴും എന്നെ സംശയമാണല്ലേ? ഇന്നലെ ഞാൻ പോയപ്പം എന്റെ റോഡിൽ എന്റെ പിറക്ക നിങ്ങൾ വന്നതാ ഹെൽമെറ്റ് ഒക്കെ ഇട്ടോണ്ട്. അപ്പൊ ഞാൻ ആരൂടെ പോന്നാ? അപ്പൊ നിങ്ങളെ ഈ വിളിക്കുന്ന ആളെ നിങ്ങക്ക് സംശയമില്ലേ? അവളോ ആയിട്ട് നിങ്ങൾക്ക് എന്താ ഇടപാട്? ഒരിടപാടും ഇല്ല. അതെനിക്ക് നന്നായിട്ട് അറിയാം. നിങ്ങൾക്ക് ഒരു ഇടപാടും ഇല്ലെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ഇന്നലെ തൊട്ട് വിളിച്ചത് ഞാൻ തന്നെയാ. നിങ്ങൾ ഇന്നലെ തൊട്ട് ഉരുകിയാ? നിങ്ങൾ ഇന്നലെ തൊട്ട് ടെൻഷൻ അടിച്ചാ? നിങ്ങളെ ഒരുത്തി പിറക്കം അടക്കുന്നു എന്നും പറഞ്ഞ് നിങ്ങൾ ടെൻഷൻ അടിച്ചാ? നിങ്ങൾ ഇവിടെ ഉരുകി ജീവിച്ചാ? അപ്പൊ ഈ 20 വർഷമായിട്ട് ഞാൻ അത് തന്നെ അനുഭവിക്കുന്നത്. ഇങ്ങനെ ഒരു ഇടപാടും ഇല്ലെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ഞാൻ ഇന്നും ഇന്നലെ അല്ല നിങ്ങളെ കാണാൻ തുടങ്ങിയത്, 20 വർഷമായി. പക്ഷെ നിങ്ങൾക്ക് മാത്രം മാറ്റമില്ല. ഈ 20 വർഷം കൊണ്ട് നിങ്ങൾക്ക് എന്നെ സംശയം തന്നെ അല്ലേ? എനിക്കറിയാം നിങ്ങൾക്ക് യാതൊരു ബന്ധവും ഇല്ല, യാതൊരു പെണ്ണുങ്ങളായിട്ട് ഒരു ബന്ധവും ഇല്ലെന്ന്. പക്ഷെ ഇത് നിങ്ങൾ മനസ്സിലാക്കാൻ എന്താ ഇത്ര താമസിച്ചത്? എന്നിട്ട് നിങ്ങൾ മാറിയില്ലല്ലേ? നിങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ എന്നോട് പറഞ്ഞല്ലേ നീ ഇങ്ങനെ പൊയ്ക്കോ ഞാൻ മാറിയെന്ന്. നിങ്ങൾ കാല് പിടിച്ചിട്ടില്ലേ ഞാൻ നിങ്ങളുടെ വീണ്ടും ജീവിച്ചത്? ഞാൻ പോകുന്ന വഴിക്കൊക്കെ നിങ്ങൾ ഹെൽമെറ്റ് ഇട്ടും മറച്ചും എന്റെ പിറക്ക വരുന്ന എന്തിനാ? ഞാൻ ആരെങ്കിലും ഇവിടെ പോന്നോന്നറിയാനാ? അതിന് ഞാൻ തന്ന പണിയായത്. ഇനി മേലാൽ എന്നെ സംശയിച്ചാൽ. എനിക്ക് മനസ്സിലായി, ഞാൻ 2 ദിവസമായിട്ട് അനുഭവിച്ചതാ. ഇനി ഞാൻ സംശയിക്കത്തില്ല. മതി മതി. ഞാൻ കുറച്ചാൾ നോക്കട്ടെ നിങ്ങൾ മാറിയോ ഇല്ലയോ എന്ന്. അങ്ങനെ പെട്ടെന്നൊന്നും മാറാൻ സാധ്യത ഇല്ല, നോക്കട്ടെ. നിന്ന് വിയർക്കണ്ട, വാ കുറച്ച് തണുത്ത വെള്ളം തരാം, വാ.